ജൂൺ 21 വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ. ജനനം 1568 മാർച്ച് 9, മരണം 1591 ജൂൺ 21 റോമിൽ വെച്ച് 23-ാമത്തെ വയസ്സിൽ. ഞാൻ വളഞ്ഞ ഒരു ഇരുമ്പുവടിയാണ്. ആശാന്തിഗ്രഹവും പ്രാർത്ഥനയുമാകുന്ന ചുറ്റിക വഴി എന്നെ നേരെയാക്കുന്നതിനാണ് ഞാൻ സന്യാസം ആശ്ലേഷിച്ചത്. ഇതത്രേ ഈശോസഭാ നോവിസായ അലോഷ്യസ് പറഞ്ഞത്. കാസ്റ്റിഗ്ലിയോൺ പ്രഭുവായ ഫെർഡിനൻഡ് ഗോൺസാഗയുടെ മകനായി 1568 ജനിച്ച അലോഷ്യസ് അത്രമാത്രം വളഞ്ഞ ഒരു ഇരുമ്പുവടിയായിരുന്നുവെന്ന് തോന്നുന്നില്ല. 7-ാമത്തെ വയസ്സിൽ ദൈവമാതാവിൻ്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തുടങ്ങി. 9-ാമത്തെ വയസ്സിൽ നിത്യബ്രഹ്മചര്യ വ്രതമെടുത്തു. ഫ്ലോറൻസിൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്തു. ആഴ്ചതോറും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ചമ്മട്ടിയടി ഏറ്റിരുന്നു. അപ്പവും വെള്ളവുമായിരുന്നു ആ യുവാവിൻ്റെ സാധാരണ ഭക്ഷണം. ഡാൻസ് ചെയ്തിരുന്നില്ല. ഡാൻസ് ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. മാലാഖ സദൃശനായ യുവാവ് എന്നാണ് എല്ലാവരും അവനെ വിളിച്ചിരുന്നത്. 11-ാമത്തെ വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തി. 3 വയസ്സിൽ പടയാളികളുടെ ഇടയിൽ കളിച്ചു നടക്കുമ്പോൾ അസഭ്യവാക്കുകൾ പറഞ്ഞതായിരുന്നു അലോഷ്യസ് ചെയ്ത ഏറ്റവും വലിയ പാപം. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ മൂർച്ഛിച്ചു വീണു. പിറ്റേ ദിവസമാണ് കുമ്പസാരം മുഴുവനാക്കിയത്. 13-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരും ഓസ്ട്രിയ ചക്രവർത്തിനിയും ഒരുമിച്ച് അലോഷ്യസ് സ്പെയിനിലെ ഫിലിപ്പ് ദ്വിതീയനെ സന്ദർശിച്ചു. കൊട്ടാരത്തിലെ ജീവിതം അലോഷ്യസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ചാണ് കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടിയത്. ഈശോസഭ മിഷണറിമാർ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിച്ചതിന് മുതൽ അലോഷ്യസിന് ഈശോസഭയിൽ ചേരുവാനുള്ള ആഗ്രഹം ജനിച്ചു. സ്പെയിനിൽ വെച്ച് അത് തീരുമാനമായി. പിതാവിനോട് 4 കൊല്ലം പ്രതിവാദം നടത്തിയതിന് ശേഷമാണ് സമ്മതം കിട്ടിയത്. 17-ാമത്തെ വയസ്സിൽ അലോഷ്യസ് നോവിഷ്യേറ്റിൽ ചേർന്നു. സെമിനാരിയിൽ കൂടുതൽ ഭക്ഷിക്കുവാനും ഉല്ലസിക്കുവാനും നിർബന്ധം വന്നു. അതൊരു പുതിയ പ്രായശ്ചിത്തമായി. വിശുദ്ധ റോബർട്ട് ബെല്ലർമിനായിരുന്നു അലോഷ്യസിൻ്റെ ജ്ഞാനപിതാവ്. 1591 റോമിൽ ഒരു രൂക്ഷമായ ജ്വരപ്പനി പടർന്നു പിടിച്ചു. അലോഷ്യസ് അവസാന വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നുവെങ്കിലും വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കുവാൻ സ്വയം സന്നദ്ധനായി. 1 മാസത്തോളം അങ്ങനെ രോഗികളെ ശുശ്രൂഷിച്ചു. അവസാനം അലോഷ്യസിനും ആ പനി പിടിപെട്ട് 3 മാസത്തോളം കിടന്നു. 23-ാമത്തെ വയസ്സിൽ ഈശോ എന്ന തിരുനാമം ആവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആ ആത്മാവ് പറന്നുപോയി. 1726 വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹത്തെ 1729 യുവാക്കളുടെ, വിശേഷിച്ച് കത്തോലിക്ക വിദ്യാർത്ഥികളുടെ പ്രത്യേക സംരക്ഷകനും മധ്യസ്ഥനുമായിട്ട് പ്രഖ്യാപിച്ചു. വചനം റോമ 13:3. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക. നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. വിചിന്തനം. അലോഷ്യസിൻ്റെ കുമ്പസാരണക്കാരനായ വിശുദ്ധ റോബർട്ട് ബെല്ലർമിൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അലോഷ്യസ് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും അദ്ദേഹം കഠിന പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും കണ്ണുനീർ ചിന്തുകയും ചെയ്യുമായിരുന്നു. അലോഷ്യസിൻ്റെ നിഷ്കളങ്കത നാം അനുകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്തമെങ്കിലും നമുക്ക് അനുകരിക്കാം.